സന്നിഹിതരായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, വേദിയിലുള്ള എല്ലാവരുടെയും പേര് ഞാൻ പറയാൻ മുതിരാത്തത് നമ്മുടെ ജില്ലയിലെയും സംസ്ഥാനത്തെയും തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നേതൃത്വ നിരയാകെ പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനായി നാട്ടിക നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവെൻഷൻ മാറി എന്നുള്ളത് കൊണ്ടാണ്. വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം സമയമെടുത്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും എന്നുള്ളത് കൊണ്ടും സ്ഥാനാർത്ഥി എത്തിച്ചേരാൻ പോകുന്ന ചെറിയ സമയത്തിനുള്ളിൽ ഉദ്ഘാടനം എന്ന ഔപചാരികമായ ചടങ്ങ് നിർവഹിക്കുക എന്നത് മാത്രമേ ആദ്യ പ്രസംഗത്തിനുള്ളൂ എന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 7.5 പതിറ്റാണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ 7.5 പതിറ്റാണ്ട് പിന്നിട്ട നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യാൻ കരുത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് ഇന്ത്യ രാജ്യത്തെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനത ചിന്തിക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ടാണ് ഇന്ത്യയിൽ ഉയരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ തീയതി നാം പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രമുഖമായൊരു അംഗം കൂടി രാജിവെച്ചതോടെ രാജ്യത്തിൻ്റെ ഭരണകൂടം ഒരിടത്തിലും കാണാത്ത വിധം ഭരണകൂടത്തിൻ്റെ എല്ലാ ഏജൻസികളെയും പിടിച്ചടക്കി എന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ്. ഒരുപക്ഷെ സ്വതന്ത്രമാണ് എന്ന് നാം പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജുഡീഷ്യറിയും അടക്കം രാജ്യത്തിൻ്റെ ജനത ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന നിഷ്പക്ഷമായ ഏജൻസികളെ പോലും തങ്ങളുടെ പരിധിയിൽ വരുത്താനും തങ്ങളുടെ ഇഷ്ടക്കാരെ മാത്രം കുത്തി നിറച്ചുകൊണ്ട് ഔപചാരികമായ ഭരണകൂടത്തിൻ്റെ അഭിപ്രായങ്ങൾ പുറപ്പെടുവിക്കാവുന്ന ഏജൻസികളാക്കി മാറ്റാനും ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നാം നിരന്തരം കാണുകയാണ്. കർണാടകയിൽ നിന്ന് വിജയിച്ചു പോയ ഒരു MP ഇന്നലെ പറഞ്ഞത് പത്രമാധ്യമങ്ങളിലൂടെ നാം കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, രാജ്യസഭയിലും ലോകസഭയിലും ഒരുപോലെ ഭൂരിപക്ഷം വേണം എന്ന് BJPയുടെ ഗവൺമെൻറ് അഥവാ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു അധ്യാപകനെ പോലെ തൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന അണികളോട് അദ്ദേഹം വിശദീകരിച്ചു, ലോകസഭയിലും രാജ്യസഭയിലും സംസ്ഥാനങ്ങളിലും ഒരുപോലെ ഭൂരിപക്ഷം നേടിയാൽ സംഘപരിവാര കുടുംബത്തിൻ്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ അഥവാ അതിനെ നയിക്കുന്ന BJPയുടെ ഒന്നാമത്തെ ലക്ഷ്യം ഇന്ത്യയുടെ ഭരണഘടനയെ സമ്പൂർണ്ണമായി മാറ്റിമറിക്കലാണ്. സ്വകാര്യമായൊരു വേദിയായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നൊരു പറ്റം വലതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും BJP നയിക്കപ്പെടുന്ന രാഷ്ട്രീയത്തിൻ്റെ അന്തസത്തയെ ഒരു മടിയുമില്ലാതെ കർണാടകയിൽ നിന്നുള്ള BJPയുടെ MP വിശദീകരിക്കാനിടയായി. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. അധികാരമേറ്റ ദിവസം മുതൽ എങ്ങനെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ചോദ്യം ചെയ്യാം എന്ന് ബോധപൂർവം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റും അതിൻ്റെ വക്താക്കളും 2024 തിരഞ്ഞെടുപ്പ് കൂടി തങ്ങൾക്കാകുന്നതോടെ ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പൂർണ്ണമായി തകർക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകും എന്ന് അഹങ്കരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് നാഗ്പൂരിൽ ബജ്രംഗ് ദളിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് നിറഞ്ഞ ഒരു വേദിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചു, 2024 തെരഞ്ഞെടുപ്പിൽ കൂടി ഞങ്ങൾക്ക് അധികാരത്തിൽ വരാനായാൽ ഇനി ഇന്ത്യയിലെ ജനങ്ങളെ ജനാധിപത്യത്തിൻ്റെ പേരിൽ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. 2024 തിരഞ്ഞെടുപ്പിൽ കൂടി ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞാൽ ഇടതു ചൂണ്ടുവിരലിൽ മഷി പുരട്ടി മണിക്കൂറുകളോളം കാത്തുനിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയിൽ ഇന്ത്യയിലെ 142 കോടി വരുന്ന മനുഷ്യരെ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവരെ ഞങ്ങൾ സ്വതന്ത്രരാക്കുകയാണ്. നോക്കൂ, എത്രമാത്രം അപകടകരമായിട്ടുള്ളൊരു രാഷ്ട്രീയ ദുരന്ത മുഹൂർത്തത്തിലാണ് നാം ചെന്നുപെട്ടിരിക്കുന്നത്. എല്ലാ വർഷവും ആദ്യമാണ് പാർലമെന്റ് കൂടുന്നതെങ്കിൽ, നിയമസഭ കൂടുന്നതെങ്കിൽ ആ പാർലമെന്റിലും നിയമസഭയിലും സർക്കാരിന് വേണ്ടി നയം പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയും ഗവർണറുമായിരിക്കും. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന നിയമമാണത്. ഇത്തവണ ഇന്ത്യയുടെ രാഷ്ട്രപതി പാർലമെന്റിന്റെ സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് BJP ഗവൺമെന്റിന്റെ നയം പ്രഖ്യാപിക്കാൻ വരുമ്പോൾ സാധാരണ നിലയിൽ കേരളത്തിലാണെങ്കിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയും ഉണ്ടാകും.
ഇന്ത്യൻ പാർലമെന്റിലാണെങ്കിൽ പ്രധാനമന്ത്രിയും പാർലമെന്റിലെ ലോകസഭയുടെ സ്പീക്കറും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയും ഉണ്ടാകും. അവരെ അനുനയിക്കാൻ മാർഷൽ ജനറലിന്റെ നേതൃത്വത്തിലുള്ള ആ പാർലമെന്റിന്റെ എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും ഒരുക്കേണ്ട സംഘവും ഉണ്ടാകും. എല്ലാ വർഷവും നാം കാണുന്നതാണത്. എന്നാൽ ഇത്തവണ ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുമ്പിൽ നടന്ന മാർഷലിന്റെ കയ്യിൽ ഒരു ദണ്ട് നാം കണ്ടു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ മാർഷൽ ജനറൽ എന്ന്, ലോകസഭയുടെ മാർഷൽ ജനറൽ എന്ന് വിളിക്കപ്പെടുന്ന അംഗരക്ഷകന്റെ കയ്യിൽ കണ്ട ദണ്ടേത് എന്ന് ഇന്ത്യ അന്വേഷിച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ പാർലമെന്റിനെ പുതുക്കി പണിയുന്ന ഘട്ടത്തിൽ പാർലമെന്റിനെ സാഷ്ടാംഗ പ്രണാമം നടത്തി ഗണപതി ഹോമത്തിന്റെ പ്രസാദവും എടുത്ത് ലോകസഭാ സ്പീക്കറുടെ വേദിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാപിച്ച ഒരു അധികാര ദണ്ഡാണത് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഏതാണ് അധികാര ദണ്ഡ്? സ്വാതന്ത്ര്യം കിട്ടിയ പുലർച്ചയ്ക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കൊടുത്ത ഒരു സമ്മാനത്തെ ഇന്ത്യയിലെ രാജഭരണത്തിന്റെ അധികാര ദണ്ഡാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഇതുവരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തെയും ചരിത്രത്തോളം പോകുന്ന സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ സമരത്തെയും മാറ്റി എഴുതാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിൽ 10 വർഷമായി ഇന്ത്യ അതിന്റെ ചരിത്രത്തെ മാറ്റുന്ന ദയനീയമായ കാഴ്ച നാം കാണുകയാണ്. ഏതധികാര ദണ്ഡിന്ത്യക്ക്? രാജ്യം സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒടുങ്ങാത്ത ദാഹവും അടങ്ങാത്ത അഭിനിവേശവുമായി സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തോടെ മാത്രം ഒരു മനുഷ്യനായി പൊരുതിയപ്പോൾ നേടിയ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ രൂപീകരിക്കപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്. 379 അംഗങ്ങളടങ്ങുന്ന ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ദാക്ഷായണി വേലായുധൻ വരെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച മനുഷ്യരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ അധികാര കേന്ദ്രമെന്ന് ആർക്കും സംശയമില്ലാതിരിക്കെ ആ ഇന്ത്യയുടെ അധികാര കേന്ദ്രമായ ഇന്ത്യയുടെ ആശയഗതിയുടെ അവസാന വാക്കായ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ടൊരു അധികാര ദണ്ഡിനെ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കേവലം ചരിത്ര നിരാസം മാത്രമല്ല, മതനിരപേക്ഷതയാണ് ഇന്ത്യയുടെ മതം എന്ന് പ്രഖ്യാപിച്ച ഭരണഘടനയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയവാദത്തിന്റെ കേന്ദ്രമായി ഇന്ത്യയെ പരിവർത്തനം ചെയ്യിക്കാൻ, തങ്ങൾക്കിഷ്ടപ്പെടാത്തൊരു ശബ്ദവും ഇന്ത്യയിൽ ഉയരാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കാൻ, തങ്ങൾക്കെതിരെ ഉയരുന്ന നാവുകളെ, തങ്ങൾക്കെതിരെ ഉയരുന്ന മുട്ടുകളെ ഇല്ലാതാക്കാൻ ഞങ്ങളുടെ കയ്യിൽ തോക്കം ആയുധമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിച്ച ഒരു ഭരണകൂടത്തിന്റെ അധികാരദാർഢ്യത്തിന്റെ തെറ്റപ്പല്ലു പറിക്കാനുള്ള അവസാനത്തെ സമരത്തിനാണ് 2024 ഇന്ത്യ നേതൃത്വം നൽകുന്നത്. ആ സമരത്തിൽ, ഇന്ത്യയെ രക്ഷിക്കാനുള്ള അന്ത്യസമരത്തിൽ ഇന്ത്യക്ക് നേതൃത്വം നൽകാനുള്ളയാളാണ് ഈ കടങ്ങിലേക്ക്, ഈ കൺവെൻഷനിലേക്ക് കടന്നു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സമരപഥങ്ങൾ കയറി ഒരാൾ ഇന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ സൂര്യൻ, കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. എറിയുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ. പ്രിയപ്പെട്ടവരെ, നാം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന, ആകാംക്ഷ എന്നുള്ളത് കാണാത്തത് കൊണ്ടല്ല, നാം ഈ മഹാസമരത്തിൽ രാഷ്ട്രീയമായി സംഘടനാപരമായി തൃശൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് ഈ വലിയ രാഷ്ട്രീയ സമരത്തിന്റെ കൊടിയേറ്റു പിടിക്കാൻ, നമ്മുടെ മുമ്പേ നടക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുമതലപ്പെടുത്തിയ നമ്മുടെ വാക്കും നാക്കുമായ നമ്മുടെ പ്രിയപ്പെട്ടവൻ സഖാവ് VS സുനിൽകുമാർ ഈ വേദിയിൽ എത്തിച്ചേർന്ന് ഈ മഹാസമരത്തിന്റെ നേതൃത്വം ഇപ്പോൾ ഏറ്റെടുക്കുകയാണ്. ഞാൻ തുടങ്ങിയതേ ഉള്ളുവെങ്കിലും സ്ഥാനാർത്ഥി വന്നാൽ പിന്നെ ദീർഘനേരത്തെ വർത്തമാനത്തിനിടയില്ല. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഭരണഘടനയെ നിഷേധിക്കാൻ ശ്രമിക്കുന്നവർ വളരെ ബോധപൂർവമായി ഇന്ത്യയുടെ ചരിത്രത്തെ നിരാശപ്പെടുത്തുകയാണ്. ഒരു ജനാധിപത്യത്തെക്കുറിച്ച് ഇനി ഇന്ത്യക്ക് സംസാരിക്കാനാകുമോ? ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളായ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമല്ല, ഇന്ത്യയുടെ റീജിയണൽ ലാംഗ്വേജ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണഘടന അംഗീകരിച്ച പിന്നീട് ഭരണഘടനയിൽ പാർലമെന്റ് തന്നെ അമെന്റ്മെന്റിലൂടെ കൂട്ടിച്ചേർത്ത റീജിയണൽ ഭാഷകളിലെല്ലാം പാർലമെന്റിൽ പ്രസംഗിക്കാൻ അനുവദിക്കും. അങ്ങനെ അനുവദിക്കപ്പെടുന്ന വിധത്തിൽ നേരത്തെ എഴുതി കൊടുത്തു പ്രസംഗിച്ചാൽ ആ ഭാഷകൾ നമുക്കിഷ്ടപ്പെടുന്ന ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടാനും അവസരമുണ്ടാകും. പക്ഷേ
നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടം പാർലമെന്റിന്റെ 541 അംഗങ്ങളോട് ലോകസഭയിലും 263 അംഗങ്ങളോട് രാജ്യസഭയിലും പറയുന്നു, ഈ രാജ്യത്തെ ഭരണഘടന പറയപ്പെടും പ്രകാരം ഏതു ഭാഷയിലും നിങ്ങൾക്ക് പ്രസംഗിക്കാം. പക്ഷേ അങ്ങനെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഈ പാർലമെന്റിനകത്തു ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത 300 പദങ്ങളിൽ ഒന്നുപോലും പ്രയോഗിച്ചുകൂടാ. ഇന്ത്യയുടെ പാർലമെന്റിൽ ഏതു ഭാഷയിലും പ്രസംഗിക്കാം, പക്ഷേ രാജ്യദ്രോഹി എന്ന പദം പ്രയോഗിക്കാനാകില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ ഏതു ഭാഷയിലും പ്രസംഗിക്കാം, അഴിമതിക്കാരൻ എന്ന പദം പ്രയോഗിക്കാനാകില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ ഏതു ഭാഷയിലും പ്രസംഗിക്കാം, സ്വേച്ഛാധിപതി എന്ന പ്രയോഗിക്കാനാകില്ല. ഇന്ത്യയുടെ ഭരണകൂടത്തിൽ ഏതു ഭാഷയിലും പ്രസംഗിക്കാം, പക്ഷെ വർഗീയവാദി എന്ന പദം പ്രയോഗിക്കാനാകില്ല. നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന് ഇഷ്ടപ്പെടാത്ത പദങ്ങളൊന്നും പ്രയോഗിക്കാൻ അനുവാദമില്ലാത്ത ഒരു പാർലമെന്റ് ഏതു ജനാധിപത്യത്തിന്റെ ചിന്തം എന്ന് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിശേഷിപ്പിക്കാൻ കഴിയും? ഈ രാജ്യത്ത് ഇന്ത്യയിൽ കേരളത്തെ പ്രത്യേകമായി പിടികൂടാനുള്ള പാക്കേജാണ് പോലും നരേന്ദ്രമോദി തയ്യാറാക്കിയത്. ഏതു പാക്കേജ്? തൃശൂർ പാർലമെന്റിന്റെ ഈ ആവനാഴിക്കിടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2 തവണ വന്നുപോയത് ഈ പാർലമെന്റ് സീറ്റിനോടുള്ള പ്രത്യേക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് BJPയുടെ വാദം. ഒന്നാമത്തെ തവണ വന്നത് എന്തിനാണ്? ഒന്നാമത്തെ തവണ വന്നത് വനിതകളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ. രണ്ടാമത്തെ തവണ വന്നത് ഒരു സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുത്ത അമൃതത്ത് സ്വീകരിക്കാൻ. ഈ രാജ്യത്തിലെ സ്ത്രീകളെക്കുറിച്ചും മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചും നിരന്തരമായി പണം ചെലവഴിച്ചു പത്രമാധ്യമങ്ങളിലൂടെ പറയുന്ന BJPയും BJPയുടെ വലതുപക്ഷ മാധ്യമ പടയും ഉണ്ടല്ലോ. ഏതു ഗ്യാരണ്ടിയെക്കുറിച്ചാണ് ഈ രാജ്യത്തെ ഭരണകൂടത്തിന് പറയാനാകുന്നത്? ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഭരണഘടന ഉറപ്പ് നൽകുന്ന മതനിരപേക്ഷത നിലനിർത്തും എന്ന ഞങ്ങളുടെ ഗ്യാരണ്ടി എന്ന് പറയാനാകുമോ? ഈ ഭരണകൂടത്തിന് ഇന്ത്യ രാജ്യത്ത് സ്ത്രീകൾക്ക് തുല്യമായ പദവി കൊടുക്കാൻ ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ സാധ്യമാകും എന്ന ഗ്യാരണ്ടി പ്രഖ്യാപിക്കാനാകുമോ? ഈ ഭരണകൂടത്തിന് ഭരണഘടന അനുശാസിക്കുന്ന സകല അവകാശങ്ങളോടും കൂടി പിറന്ന മണ്ണിൽ മനുഷ്യനെ പോലെ ജീവിച്ചു മരിക്കാനുള്ള അധികാരമുണ്ട് എന്ന ഗ്യാരണ്ടി പ്രഖ്യാപിക്കാനാകുമോ? ആകില്ല ഇന്ത്യയുടെ ഭരണകൂടത്തിന്. അതുകൊണ്ട് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിന്റെ തേറ്റപ്പല്ലു പറിക്കാൻ മനസ്സിലൊരു കല്ലേറിന്റെ കരുത്തെങ്കിലും സമാനിച്ച സകല സമാന ചിന്താഗതിക്കാരെയും കൂട്ടിയ ഒരു വലിയ സമരത്തിന് നേതൃത്വം നൽകേണ്ട ഘട്ടത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നു. ആ സമരത്തിന് ആര് നേതൃത്വം നൽകും? ഇന്ത്യ രാജ്യത്തുയരുന്ന ജനാധിപത്യ ബോധത്തിന്റെയും വികസന ചിന്തയുടെയും ഉൾക്കൊള്ളാവുന്ന മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയാണ്. ആ മുന്നണിക്ക് കരുത്തു പകരാൻ, ആ മുന്നണി വഴിമാറാതെ സഞ്ചരിക്കാൻ BJPക്ക് ബദലായി ഉയർന്നു വരുമ്പോ BJPക്കെതിരായ ജനവികാരം പ്രകടിപ്പിക്കാൻ കേരളത്തിൽ ആരെ തെരഞ്ഞെടുക്കണമെന്ന ചോദ്യമുയർന്നാൽ മതനിരപേക്ഷ ഇന്ത്യയും കേരളവും ഒരു സംശയവുമില്ലാതെ പറയും, അങ്ങനെ പറയാൻ ഈ കേരളത്തിൽ പറ്റുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ്. നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരസ്യമായി BJPയുടെ പാളയത്തിലേക്ക് നാണമേതുമില്ലാതെ പണത്തെ കണ്ട്, സമ്പാദിച്ച പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഏജൻസി വരുന്നുണ്ട് എന്ന് കണ്ട് അന്വേഷണങ്ങളെയും പ്രീണനങ്ങളെയും പേടിച്ചും സന്തോഷിച്ചും ഗതിമാറിപ്പോകുന്ന കോൺഗ്രസുകാരുടെ നിര ഓരോ ദിവസവും ഉയർന്നു വരികയാണ്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ BJPയുടെ പ്രഖ്യാപിക്കപ്പെട്ട 3 സീറ്റുകൾ, ഈ കേരളത്തിൽ BJP പാർലമെന്റ് അംഗങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ട സീറ്റിലെ 3 പേർ, ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല. കഴിഞ്ഞ തവണ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 35 സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്നും ആ 35 സീറ്റ് കിട്ടിയാൽ 71ലേക്ക് എത്തിക്കാനുള്ള വഴി ഞങ്ങൾക്കറിയാമെന്നും അങ്ങനെ കിട്ടുന്ന 71 സീറ്റിനിൽ ഞങ്ങളെ നയിക്കാൻ പോകുന്ന മുഖ്യമന്ത്രിക്ക് പാലക്കാട് നഗരത്തിൽ ഒരു ഓഫീസ് ഇട്ടിട്ടുണ്ടെന്നും അങ്ങനെ പാലക്കാട് നിന്നും വരുന്നയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ കേരളത്തിൽ 5 വർഷക്കാലം ഭരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ നാട്ടിൽ പരാജയപ്പെടുമെന്നും പ്രഖ്യാപിച്ച BJPയുടെ നേതൃത്വമുണ്ടല്ലോ. ധർമ്മടത്ത് പിണറായി വിജയൻ എന്ന കേരളം കണ്ട ഏറ്റവും സമുജ്വലനായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF മത്സരിച്ച സ്ഥാനാർത്ഥി ഇപ്പോൾ എവിടെയുണ്ട് എന്നീ തൃശ്ശൂരിലെ കോൺഗ്രസുകാർ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ തവണ
രണ്ടു മഹാദുരന്തങ്ങൾക്ക് ഈ മലയാളിയെ വിട്ടുകൊടുക്കാതെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് 5 വർഷത്തെ ഭരണം കൊണ്ട് തുടർ ഭരണം ഈ കേരളത്തിന് സമ്മാനിച്ച ലോക മലയാളം ബഹുമാനിക്കുന്ന സഖാവ് പിണറായി വിജയനെ എതിർക്കാൻ ധർമ്മടത്ത് കോൺഗ്രസ് അവതരിപ്പിച്ച സ്ഥാനാർത്ഥി രഘുനാഥ് ഇന്ന് കണ്ണൂരിലെ BJPയുടെ സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അപമാനകരമായ കാഴ്ചയ്ക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ്. എന്തൊരു വിരോധാഭാസം! ഇവിടെ കുത്തുന്ന എതിരഭിപ്രായങ്ങൾ, BJPക്കെതിരായി ഉയരുന്ന അഭിപ്രായങ്ങൾ അങ്ങ് ഡൽഹിയിൽ പോയാൽ BJPക്ക് അനുകൂലമാകാത്ത വിധത്തിൽ പ്രകടിപ്പിക്കാമെന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഈ കേരളത്തിലെ കോൺഗ്രസിന്, ഇന്ത്യയിലെ കോൺഗ്രസിന് ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പറ്റുമോ? അനുഭവങ്ങളിലൂടെ നാം കണ്ടതല്ലേ എവിടെയൊക്കെ. ഞാൻ സംസ്ഥാനങ്ങളുടെ പേര് പറയുന്നില്ല. അത് മണിപ്പൂരിലാകട്ടെ, ഗോവയിലാകട്ടെ, രാജസ്ഥാനിലാകട്ടെ, അവസാനത്തെ ഹിമാചലിലാകട്ടെ, തെരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹീതമായി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് മേടിച്ചു മതനിരപേക്ഷതയുടെ വാക്കുപറഞ്ഞ് അധികാരത്തിൽ വന്നവൻ ഒന്ന് കൈമാടി വിളിച്ചാൽ, ഒന്ന് വിരല് ചൂണ്ടി പേടിപ്പിച്ചാൽ BJPയുടെ പടയണിയിലേക്ക് പോകുന്ന അപമാനകരമായ കാഴ്ചയ്ക്ക് മുമ്പിൽ ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഗ്യാരണ്ടി അവതരിപ്പിക്കാനുണ്ട്. അത് മോദിയുടെ ഗ്യാരണ്ടിയല്ല, അത് കോൺഗ്രസിന്റെ ഗ്യാരണ്ടിയല്ല. ജയിച്ചു പോന്നവൻ സ്വന്തം ചിഹ്നത്തിൽ നിന്ന് ഇന്ത്യയുടെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ ഹൃദയത്തിലെ ചോര കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കുമെന്ന ഗ്യാരണ്ടി പറയാൻ കഴിയുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ ഗ്യാരണ്ടിയുടെ അടയാളപ്പെടുത്തലാണ് സഖാവ് VS സുനിൽകുമാർ എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. കേരളത്തെ കടുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടി ഈ കേരളത്തിലെ ജനങ്ങളോട് ഇത്ര വലിയ ക്രൂരതയ്ക്ക് നേതൃത്വം നൽകാൻ BJP തയ്യാറാകണം? ഇതാദ്യമായിട്ടാണോ 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടാക്കിയ മഹാപ്രളയം കേരളത്തെ ആകെ പ്രളയ മണ്ണിലേക്ക് തകർത്തുവിട്ടപ്പോ തല ഉയർത്തി നിൽക്കാൻ, ഈ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കാൻ, നവകേരളം സൃഷ്ടിക്കാൻ കേരളം ഇന്ത്യയുടെയും ലോകത്തിന്റെയും മുമ്പിൽ അവതരിപ്പിച്ച എല്ലാ പരിശ്രമങ്ങളെയും തകർത്ത അനുഭവം BJPയുടെ ഗവൺമെന്റ് കാണിച്ചപ്പോ ഇന്ദിരാഭവനിൽ ഒരു കൂട്ടപ്രാർത്ഥനയ്ക്ക് പോലും തയ്യാറാകാതെ BJP കേരളത്തിനോട് നടക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഈ കേരളത്തിൽ കോൺഗ്രസ് എന്ന് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി പ്രളയകാലത്ത് അവർ അനുഭവിപ്പിച്ചുവെന്ന് നാം തിരിച്ചറിയുകയാണ്. കോവിഡ് ഉണ്ടായി, ലോകത്തെ പിടിച്ചുകുലുക്കിയ കോവിഡ്. അമേരിക്കയിൽ 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജന്റെ മാസ്ക് കിട്ടാത്ത വിധം അമേരിക്കയുടെ ആരോഗ്യ മേഖല തകർന്ന അനുഭവം കണ്ടു. സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന അമേരിക്ക. അവിടെ 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജന്റെ മാസ്ക് കിട്ടൂല. സെമിത്തേരി പറമ്പിലേക്കാണ് 70 വയസ്സുകാരന്റെ കോവിഡ് വന്നാലുള്ള അവസാനത്തെ യാത്ര. ഇവിടെ എന്താ സ്ഥിതി? 70 വയസ്സുകാരന് മാസ്ക് കൊടുക്കാത്ത സമ്പന്ന രാജ്യമായ അമേരിക്ക ലോകത്ത് ചോദ്യചിഹ്നമായി നിൽക്കുമ്പോ ഈ കേരളത്തിന്റെ സ്ഥിതി എന്താ? ഇവിടെ കുരിശുമൂലയിൽ, പുത്തൂരിലെ കുരിശുമൂലയിൽ 109 വയസ്സായ ജാനകി അമ്മൂമ്മ 3 കോവിഡിനെയും നേരിട്ട് തെങ്ങിടിച്ചാൽ പന വീഴാത്ത കുലുക്കത്തോടെ 18 അടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി 1.5 വയസ്സുകാരിയെ കുളിപ്പിക്കുന്ന നാടായി ഈ കേരളം മാറിയതെങ്ങനെയാ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സഖാവ് പിണറായി വിജയനും ആ കൂട്ടത്തിലുണ്ടായിരുന്ന സഖാവ് VS സുനിൽകുമാറും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ കേരളത്തെ ഇച്ഛാശക്തിയോടെ ആരോഗ്യ മേഖലയിൽ നയിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് കേരളത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ ബാക്കിയുണ്ടാകുന്ന ചരിത്രം ഉണ്ടാകുന്നത്. ഞാൻ ഈ കോടതിയെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇടയ്ക്ക് അത്ഭുതം കൂറാറുണ്ട്. കോടതി പറയുകയാണ്, കഴിഞ്ഞ ദിവസം മറിയക്കുട്ടിക്ക് 3 മാസക്കാലത്ത് 1600 രൂപ വീതം പെൻഷൻ കൊടുക്കണം പോലും. ഓ, എന്തൊരു വലിയ പ്രഖ്യാപനം! മറിയക്കുട്ടി 2015 കോടതിയെ സമീപിച്ചതെങ്കിൽ കോടതി എത്ര പണം കൊടുക്കാൻ പറയും? കോടതി പറയും, ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന 600 രൂപയുടെ 18 മാസക്കാലത്തെ കുടിശ്ശിക മറിയക്കുട്ടിക്ക് കൊടുക്കാനല്ലേ കോടതി പറയൂ. 1600 എന്ന പദം ഈ കോടതിക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 1.5 വർഷക്കാലം മുമ്പ് അധികാരത്തിൽ വരുമ്പോ 600 രൂപയെന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ 18 മാസക്കാലം കൊടുക്കാതെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് മക്കൾക്ക് ഒരു ഡക്കാൻ മിഠായി പോലും മേടിച്ചു കൊടുക്കാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞ് ശവപ്പറമ്പുകളിലേക്ക് നടന്നു പോകേണ്ടി വന്ന 10,000-കണക്കിന് പാവപ്പെട്ട അമ്മമാരുടെ ദീനരോധനം മുഴങ്ങിയിരുന്ന നാടല്ലേ 1.5 വർഷക്കാലം മുമ്പ് ഈ കേരളം? 18 മാസക്കാലത്തെ കുടിശ്ശിക
കൊടുക്കാനൊന്നുമില്ലാത്തത് കൊണ്ടല്ല, കേരളത്തിലെ പാവപ്പെട്ടവന് കൊടുക്കില്ലെന്ന് നിശ്ചയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. 18 മാസക്കാലത്തെ 600 രൂപയുടെ കുടിശ്ശിക കൊടുത്തു എന്ന് മാത്രമല്ല, 600 ആദ്യത്തെ ഓണത്തിന് 700 700 ആദ്യത്തെ ബഡ്ജറ്റിന് 1000 1000 പിന്നെ 1100 1200 1300 1400 1500 1600 ഈ മഹാവേദിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതമായി നേതൃത്വത്തെ സാക്ഷി നിർത്തി അഭിമാനത്തോടെ പറയട്ടെ, 32 ലക്ഷം പേർക്ക് മാത്രം കിട്ടിയിരുന്ന ക്ഷേമ പെൻഷൻ 62 ലക്ഷം പേരുടെ കൈകളിലേക്ക് 600-ൽ നിന്ന് 1600 കൊടുത്തത് ഒരു കോടതിയും പറഞ്ഞിട്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തി കൊണ്ടാ. അതിനിയും ഈ ഗവൺമെന്റ് കൊടുക്കും. ഒരാളും പേടിക്കണ്ട, മാർച്ച് മാസം മുതൽ അത് കൊടുക്കും. കൊടുക്കാനുള്ള തടസ്സം എന്തായിരുന്നു? ആ ചോദ്യത്തിനാണ് ഈ നാട്ടിലെ കോൺഗ്രസും BJP-യും മറുപടി പറയേണ്ടത്. കേരളത്തിന് കിട്ടേണ്ട 57,432 കോടി രൂപ 3.5 കോടി മലയാളിക്കു തരാൻ എന്തു കുറ്റം ഈ ഗവൺമെന്റ് ചെയ്തു? കേരളം പ്രളയത്തെ രക്ഷപ്പെടുത്തിയതാണോ ഈ ഗവൺമെന്റ് ചെയ്ത കുറ്റം? മഹാകോവിഡിൽ ഒരാൾക്കും ഒരു ദുരന്തത്തിനും വിട്ടുകൊടുക്കാതെ കേരളത്തിനെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചതാണോ ഈ കേരളം ചെയ്ത കുറ്റം? കേരളത്തിലെ ഗവൺമെന്റിനോട് രാഷ്ട്രീയ വിരോധം ഉണ്ടാകും, BJP-ക്ക് ഉണ്ടാകണം. കാരണം ഈ ഗവൺമെന്റ് BJP-ക്കെതിരാണ്. കേരളത്തിൽ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, ഇതുപോലെ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളല്ലാതെ മറ്റൊന്നുണ്ടായിട്ടുണ്ടോ? ഈ കേരളത്തിലെ 3.5 ലക്ഷം വരുന്ന മനുഷ്യർക്ക് ഭൂമി കൊടുത്തു, പട്ടയം കൊടുത്തു ഈ 2 ഗവൺമെന്റുകൾ. 3.25 ലക്ഷം വരുന്ന മനുഷ്യർക്ക് തലയ്ക്കുമീത കൂര കൊടുത്തു. 5 ലക്ഷം എഗ്രിമെന്റുകൾ ഈ മാർച്ച് മാസത്തോടെ ഒപ്പിടും. കേരളത്തിന് 4 കോടി വീടുകൾ ഉണ്ടാക്കുന്നു ഇന്ത്യയിൽ എന്ന് പ്രഖ്യാപിച്ച മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിന് എത്ര രൂപ തരാം എന്നാണ് പറഞ്ഞത്? ലൈഫിലൂടെ 4 ലക്ഷം രൂപ, പട്ടികവർഗക്കാർക്ക് 6 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ച കേരളത്തിലെ ഗവൺമെന്റിനോട് കേന്ദ്രം തരാൻ തീരുമാനിച്ച വിഹിതം 72,000 രൂപ. കുഴപ്പമില്ല, 72,000 എങ്കിൽ 72,000 അത് തരാൻ എന്താണ് തടസ്സം? ചോദ്യത്തിന് ഉത്തരം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? 3.25 ലക്ഷം വീടുകൾ ഈ കേരളത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ പണിതിട്ടും ഒരാളുടെ പേരോ ലൈഫിൽപ്പെട്ട വീടാണെന്നറിയാൻ ഒരു പൊതുചിഹ്നമോ സ്ഥാപിക്കാത്ത കേരളത്തിലെ ഗവൺമെന്റിനോട് കേന്ദ്രം പറയുകയാണ്, ഞങ്ങൾ 72,000 തരാം, പക്ഷെ തരുന്ന വീടിന്റെ മുമ്പിൽ മോദിയുടെ ചിത്രവും PMAY എന്ന സീലും പതിക്കണം. സൗകര്യമില്ല എന്ന് ഈ കൊച്ചു കേരളം പറഞ്ഞു. അഹങ്കാരം കൊണ്ടല്ല. ഈ കേരളത്തിലെ പാവപ്പെട്ടവന് വീട് കൊടുക്കേണ്ടത് ഒരു ഭരണകൂടത്തിന്റെ അവകാശമാണ്. ആ അവകാശം ഞങ്ങൾ നിലനിർത്തും. 57,432 കോടി രൂപ കേരളത്തിന് തരാത്തത് കേരളത്തിലുള്ള ഗവൺമെന്റിനോടുള്ള രാഷ്ട്രീയ വിരോധമാണെങ്കിൽ 3.5 കോടി മലയാളി ഈ കേന്ദ്ര ഗവൺമെന്റിനോട് എന്തു കുറ്റം ചെയ്തു? ആ ചോദ്യത്തിന് ഈ നാട്ടിൽ ഈ ഗവൺമെന്റിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന മഹാമനസ്സാക്ഷി ഉത്തരം പറയില്ലേ? 7.5 വർഷക്കാലത്തിനുള്ളിൽ ആധുനിക കേരളത്തിന്റെ മാറ്റം എന്താണ്? ദേശീയ ഹൈവേ, കിഫ്ബി, നമുക്ക് പോലും 5ാം ക്ലാസ്സിൽ ഒന്നുകൂടി ചേരണമെന്ന് തോന്നുന്ന വിധത്തിൽ സ്കൂളുകളുടെ പുതിയ കെട്ടിടങ്ങൾ, കേരളത്തിലെ ചെറിയ ചെറിയ റോഡുകളുടെ മാറ്റം, BMBC ആയി മാറുന്ന കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകൾ, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും വെള്ളം. ലോക മലയാളത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ കേരളം മുന്നോട്ടു പോകുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുകയും ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കരളു പിളർക്കുകയും ചെയ്യുന്ന ശക്തികൾക്കെതിരായ സമരത്തിൽ നമ്മുടെ ഉന്നം തെറ്റിക്കൂടാ. നമുക്ക് അനുഭവമുണ്ട്. 1ാം UPA ഗവൺമെന്റ് 64 അംഗങ്ങളടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിന്റെ പിന്തുണയോടെ ഇന്ത്യയെ ഭരിച്ചപ്പോ ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതി വന്നു, ഇന്ത്യയിൽ വനാവകാശ നിയമം വന്നു, ഇന്ത്യയിൽ വിവരാവകാശ നിയമം വന്നു. വഴി തെറ്റി നടക്കാൻ അനുവദിക്കില്ലെന്ന കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിന്റെ സമ്മർദ്ദം ഇന്ത്യയിൽ പ്രഖ്യാപിച്ചു. അതേ ഗവൺമെന്റ് തന്നെ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിന്റെ പിന്തുണയില്ലാതെ ഭരിച്ച 2ാം ഗവൺമെന്റ് ലോക ചരിത്രത്തിൽ ഇന്ത്യയെ അപമാനിച്ച, ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുടെ സകല വാതായനങ്ങളും മുതലാളിത്തത്തിന്റെ കമ്പോളത്തിന്റെ മുമ്പിൽ തുറന്നിട്ട അപമാനമുണ്ടായി. അതുകൊണ്ട് BJP-യുടെ ബദലിനെ ഇന്ത്യ നയിക്കുമ്പോൾ ആ ബദലിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ശക്തി
കുത്തിയ വോട്ടിലെ അഭിപ്രായം ഒരിക്കലും തെറ്റിപ്പോകാത്ത പാർട്ടിക്ക്, മുന്നണിക്ക് ഈ കേരളത്തിൽ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യയെ നിലനിർത്തുക എന്ന അവകാശബോധത്തിലേക്ക് നമുക്ക് കടക്കാനാകൂ. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ 2 വിജയങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർത്തിയാക്കി. ഒന്നാമത്തെ വിജയം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ തരത്തിലും രാഷ്ട്രീയ മുന്നേറ്റമുള്ള 7 നിയോജക മണ്ഡലങ്ങൾ, 1 കോർപ്പറേഷൻ, 2 മുനിസിപ്പാലിറ്റി, മഹാഭൂരിപക്ഷം വരുന്ന ബ്ലോക്കുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, ജനപിന്തുണ എല്ലാമുള്ള ഈ ലോകസഭാ മണ്ഡലത്തിൽ സഖാവ് വി.എസ്. സുനിൽകുമാർ എന്ന നമ്മുടെ അഭിമാനത്തെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദ്യഘട്ട വിജയം ഈ മണ്ഡലത്തിൽ സാധ്യമാക്കി. 2ാം ഘട്ട വിജയം, 2ാം സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ 2ാമതെങ്കിലും ആകണമെന്നു കരുതിക്കൊണ്ട് കോൺഗ്രസ് നിലവിൽ ചുമരെഴുതിയ സ്ഥാനാർത്ഥിയെ മാറ്റിയതോടെ 2ാമത്തെ വിജയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിൽ സാധ്യമായി. ഇനി 3ാം വിജയത്തിന്റെ പോരാട്ടം. നേരത്തെ വർഗീസ് മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എവിടെയെന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പിന്റെ ബലം വരുമ്പോൾ നെഞ്ചിൽ തട്ടി തൃശൂർക്കാർക്ക് മറുപടി പറയാനാകണം. അത് ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ്. അതിനുള്ള സമരമാണ് ഇനി നടക്കേണ്ട സമരം. സഖാവ് വി.എസ്. സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? വി.എസ്. സുനിൽകുമാർ ഇതുവരെ ഒരു സിനിമയിലും അഭിനയിച്ചതായി എനിക്കറിയില്ല. വി.എസ്. സുനിൽകുമാർ ഇതുവരെ ജീവിതത്തിൽ അഭിനയിച്ചതായും എനിക്കറിയില്ല. വി.എസ്. സുനിൽകുമാർ നല്ലതുപോലെ ഞങ്ങൾ അണികളായിരിക്കുമ്പോൾ ചീത്ത പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ വി.എസ്. സുനിൽകുമാറിന്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ ഒരിക്കലും കാപഢ്യത്തിന്റെ കറുപ്പ് രാശി പകർന്നതായി നമ്മൾ കണ്ടിട്ടില്ല. നാം വി.എസ്. സുനിൽകുമാറിനെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചു കണ്ടിട്ടുണ്ട്? നിങ്ങൾ ചേർപ്പുകാർ കണ്ടിട്ടുണ്ട്, കയ്പമംഗലത്തുകാർ കണ്ടിട്ടുണ്ട്, തൃശൂർക്കാർ കണ്ടിട്ടുണ്ട്, കേരളീയ ജനത കണ്ടിട്ടുണ്ട്. അവിടെ കണ്ടതെല്ലാം ചില ദുരന്ത മുഹൂർത്തങ്ങളിലായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആഗസ്റ്റ് 14, 15, 16 തീയതികളിൽ മലയാളിയെ മഹാപ്രളയത്തിലേക്ക് നയിക്കപ്പെട്ട ദുരന്ത മുഹൂർത്തത്തിൽ വി.എസ്. സുനിൽകുമാറിനെ നമ്മൾ കണ്ടത് 14ാം നമ്പർ കാറിൽ അതിവേഗം പായുന്ന കൃഷി വകുപ്പ് മന്ത്രിയായിട്ടല്ല, കാവിമുണ്ടെടുത്ത് കറുത്ത ഷർട്ടുമിട്ട് 2 കൈയിലെ ഗ്ലൗസും പിടിച്ച് ഈ നാട്ടിൽ വീടുകൾക്കകത്ത് ചളിവാരാനും ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കുള്ള കിറ്റുണ്ടാക്കാനും നാം കണ്ടു സഖാവ് വി.എസ്. സുനിൽകുമാർ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ. ഈ കേരളം അതിഭീകരമായ കോവിഡ് കാലത്തിലൂടെ കടന്നുപോയപ്പോ ദിവസങ്ങളോളം വീട്ടിലിരിക്കാതെ, കോവിഡിനെ ഭയക്കാതെ, 3 തവണ കോവിഡ് വന്നിട്ടും കുലുങ്ങാതെ ഈ നാട്ടിലെ സാധാരണക്കാർക്കിടയിൽ നാം കണ്ടു വി.എസ്. സുനിൽകുമാർ എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാവിനെ. നാം വി.എസ്. സുനിൽകുമാറിനെ കണ്ടു വി രാഘവന്റെയും എം.എൻ. ഗോവിന്ദൻ നായരുടെയും തുടർച്ചയായ കൃഷി വകുപ്പ് മന്ത്രിയായി കേരളത്തിന്റെ കോൾപ്പാടങ്ങളിൽ സംഘകൃഷിയുടെ സംഗീതം മുഴക്കി ഡബിൾ കോൾ എന്ന പദ്ധതി കേരളത്തിന് സമ്മാനിച്ച കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി. 14ഓളം പച്ചക്കറി ഇനങ്ങൾക്ക് താങ്ങുവില ചരിത്രത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ച പിണറായി സർക്കാരിന്റെ കൃഷി വകുപ്പ് മന്ത്രിയായ സഖാവ് വി.എസ്. സുനിൽകുമാറിനെ. കേരളത്തിലെ വിള ഇൻഷുറൻസ് 14 കൊല്ലത്തിന് ശേഷം പുതുക്കിയെഴുതി 5 രൂപയ്ക്കൊരു പൂവൻവാഴ ഇൻഷുർ ചെയ്താൽ ഏതെങ്കിലും നഷ്ടമുണ്ടായാൽ 300 രൂപ വിള ഇൻഷുറൻസിലൂടെ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച കൃഷി വകുപ്പ് മന്ത്രിയെ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കാർഷിക കടാശ്വാസ കമ്മീഷന് കരുത്തു പകർന്ന കൃഷി വകുപ്പ് മന്ത്രിയെ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കർഷക ക്ഷേമനിധി ബോർഡിന് നേതൃത്വം നൽകിയ കൃഷി വകുപ്പ് മന്ത്രിയെ. കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ഓഫീസുകളിലും സെക്രട്ടേറിയറ്റിലും ഫയലുകളിലുമായിരുന്നില്ല. കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ചളിയുടെ ഗന്ധമുള്ള കറുത്ത നിറമുള്ള കർഷക തൊഴിലാളികളോടൊപ്പം വിണ്ടുകേറിയ പാടങ്ങളിൽ കൃഷിയുടെ പുത്തൻ പാടങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും ഈ കേരളത്തിന്റെ മണ്ണിൽ തരിശുരഹിത കേരളം എന്ന മുദ്രാവാക്യത്തിനു നേതൃത്വം നൽകിയ ഒരു കൃഷി വകുപ്പ് മന്ത്രിയെ ഈ തൃശൂരിന്റെ കാർഷിക ഭൂമി ഇതാ ലോകസഭയിലേക്ക് പറഞ്ഞേക്കാൻ എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളുമായി നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. ഉറപ്പിക്കാം വി.എസ്. സുനിൽകുമാറിന് വഴിതെറ്റില്ല. ഉറപ്പിക്കാം വി.എസ്. സുനിൽകുമാറിന്റെ കൈകൾ ഭീതിയോടെ മറ്റൊരു ചിഹ്നത്തിൽ കുത്തില്ല. ഉറപ്പിക്കാം പ്രധാനമന്ത്രി കൈമാടി വിളിച്ചാൽ പക്ഷം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, കേവല താല്പര്യത്തിന് ഉച്ചഭക്ഷണത്തിനോ രാത്രി ഭക്ഷണത്തിനോ പോകുന്ന കമ്മ്യൂണിസ്റ്റ് ആകില്ല സഖാവ് വി.എസ്. സുനിൽകുമാർ. ഈ തിരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്.
ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ലാതെ മറ്റാർക്കും ജയിക്കാനാകില്ല. കാപഢ്യമില്ലാത്ത കാലത്തിന്റെ കരുത്തുറ്റ അടയാളപ്പെടുത്തൽ കേരളത്തിൽ ഉണ്ടാകണം, ഇന്ത്യക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാർലമെന്റ് മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ ചോദിച്ചു, നല്ല തങ്കം നമ്മുടെ കയ്യിലിരിക്കുമ്പോ പിന്നെ സ്വർണം പൂശിയ ചെമ്പന്വേഷിച്ചു പോകേണ്ട ഒരു ഗതികേടും ഈ തൃശ്ശൂർക്കാർക്കില്ല എന്ന് വളരെ അഭിമാനത്തോടെ നമ്മൾ പ്രഖ്യാപിക്കുന്ന അനന്യമായ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് ഈ കേരളത്തെ നയിക്കാനുള്ള തെരഞ്ഞെടുപ്പ്. സഖാവ് വി എസ് സുനിൽകുമാറിന് അരിവാൾ ധാന്യക്കതിരടയാളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ നാം വിജയിപ്പിക്കുമ്പോൾ കേവലം വി എസ് സുനിൽകുമാറിനെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ മാത്രമല്ല, ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരത്തെ നിലനിർത്താനുള്ള പടപ്പുടപ്പാടിനോടൊപ്പം നിൽക്കുക എന്ന ചരിത്രപരമായ കടമയുടെ നിർവഹണമാണത് എന്ന തിരിച്ചറിവോടെ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും താഴത്ത് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയപക്ഷത്തോടൊപ്പം നിൽക്കാൻ നിങ്ങളുടെ നേതൃത്വപരമായ പങ്കുണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് ചരിത്രമായി മാറുന്ന നാട്ടികയുടെ ഈ മഹാകൺവെൻഷനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.